ആ സ്ത്രീ എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കരഞ്ഞ സമയത്ത്, ഈ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ചെയ്യുന്ന 7-8 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് ഇത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു ചികിത്സ നിർദ്ദേശിക്കുകയാണ്. നിങ്ങളത് കൃത്യമായ രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ആ രോഗം മാറുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരാഴ്ച കൊണ്ട് മാറുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഒരാഴ്ച കൊണ്ട് ആ രോഗം മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ രാവിലെ ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ കണ്ടൊരു കാഴ്ച ഉണ്ടോ? ഇവിടെ ഒരു മകളും ഒരു വാപ്പയും ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ വീഡിയോ എടുത്തു. എന്താ സംഭവം എന്നറിയുന്നത്? 2 ആഴ്ച മുമ്പാണ് ആ സ്ത്രീ, ആ പെൺകുട്ടി എന്നെ കാണാൻ വന്നത്. 2 ആഴ്ച മുമ്പ് ഇതേപോലെ ഒരു ബുധനാഴ്ച ദിവസം അങ്ങനെ വന്നു, എൻ്റെ മുന്നിലിരുന്നു. ആ കുട്ടിയും ആ കുട്ടിയുടെ സഹോദരനുണ്ടായിരുന്നു. അന്ന് വാപ്പയില്ല. ആ സ്ത്രീ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഉസ്താദേ, കഴിഞ്ഞ 7-8 വർഷമായിട്ട് എനിക്കൊരു രോഗമുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഞാൻ കാണിച്ചു, ഒരുപാട് മരുന്നുകൾ ചെയ്തു, ഒരുപാട് ടെസ്റ്റുകൾ നടത്തി. പക്ഷേ എന്താണ് രോഗമെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. ഈ രോഗം മാറുന്നില്ല എന്ന്. എന്താ രോഗം എന്നറിയോ നിങ്ങൾക്ക്? അതായത് സദാസമയവും മൂക്കിൽ കൂടി ഇങ്ങനെ ബ്ലഡ് വരിക. ഈ ബ്ലഡ് കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന വേറെ പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് എന്താകും? ബ്ലഡ് വർദ്ധിക്കാനുള്ള മരുന്ന് ചികിത്സയും നടത്തും. ഇതായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയ തസ്നി എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ, ആ പെൺകുട്ടിയുടെ അവസ്ഥ. മാറുന്നില്ല. എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ചെലവഴിച്ചത്. അങ്ങനെ ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് പോലും എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ട്. ആ ടവലും കൊണ്ടാണ് എൻ്റെ അടുത്ത് ഇരുന്നത് തന്നെ. അങ്ങനെ ഞാൻ സാധാരണ, നിങ്ങളിപ്പോൾ ഇവിടെ കുറേ ആളുകൾ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ പറയാനും ചെയ്യാനും പോകുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ചികിത്സ എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു സംഗതിയാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുള്ള ഒരു സംഗതിയല്ല എന്നെ സംബന്ധിച്ച് ചികിത്സ. വളരെ ലളിതമായ ഒരു മാർഗമായിട്ടാണ് ഞാൻ ചികിത്സനെ കാണുന്നത്. കാരണം നിങ്ങൾ കണ്ടില്ലേ, ആകെ ഉള്ളത് ഇവിടെ ഒരു കുപ്പി മരുന്നാണ്. ഈ മരുന്ന് തന്നെയായിരിക്കും ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. വയറുവേദന വന്നാലും തലവേദന വന്നാലും ഒക്കെ പറയും ഇത് എവിടെയെങ്കിലും തേച്ചോ എന്ന് പറയും. അല്ലാണ്ട് ഏതെങ്കിലും ഒരു മെയിനായ ഏരിയയിൽ തേച്ചോ എന്ന് ഞാൻ പറയില്ല. എനിക്ക് ആ സമയത്ത് എൻ്റെ മുമ്പിൽ എത്തുമ്പോൾ തോന്നും ഇങ്ങനെ പറയാം, ഞാൻ അങ്ങനെ പറയിത്രേ ഉള്ളൂ. അതുപോലെ ആ സ്ത്രീ എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കരഞ്ഞ സമയത്ത്, ഈ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ചെയ്യുന്ന 7-8 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെ ഈ തൈലം എടുത്തിട്ട് പറഞ്ഞു, ആ തട്ടൊന്ന് മാറ്റിക്കോളും. എന്നിട്ട് തട്ട മാറ്റിയിട്ട് അവിടെ കുറച്ച് തൈലം വെച്ചിട്ട് പറഞ്ഞു തടയിക്കോളും, ഇതിനി ശരിയാവും, കുറച്ച് ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെയും അവരുടെ സഹോദരനെയും ഞാനന്ന് തിരിച്ചയച്ചു. അത് കഴിഞ്ഞ ഇതേ ദിവസം, കഴിഞ്ഞ ബുധനാഴ്ച ദിവസം അവരിവിടെ വന്നു. ഇതേപോലെ തന്നെ എൻ്റെ മുന്നിൽ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചു എന്തായിരുന്നു ആദ്യത്തെ അവസ്ഥ. അപ്പോൾ ആദ്യത്തെ അവസ്ഥ പറഞ്ഞു. ഇപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ പണ്ട് ഇങ്ങനെ ചികിത്സ ഉണ്ടായിരുന്നു, മൂക്കിൽ കൂടെ ബ്ലഡൊക്കെ വരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഈ മരുന്ന് പുരട്ടിയതിന് ശേഷം എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. അന്ന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞെന്താണെന്നറിയോ? ഉസ്താദെ, ആ മരുന്ന് പുരട്ടിയിട്ട് പിന്നീട് ഇതാ ഈ സമയം വരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല എന്നാണ്. ഇപ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീയും ആ സ്ത്രീയുടെ വാപ്പയും അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ 2 ആഴ്ച മുമ്പാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം നമ്മൾ ചികിത്സ ചെയ്തല്ലോ. അതിന് ശേഷത്തെ അനുഭവം എന്താ? ഇതൊരു കുഴപ്പമില്ല. അതിന് ശേഷം എനിക്ക് ബ്ലഡ് എന്നുള്ള പേരെന്നെ വന്നിട്ടില്ല. ഈ സമയം വരെ വന്നില്ലല്ലോ. ഹാപ്പിയാണ്. ആയിക്കോട്ടെ. ഏതായാലും ഇനി നിൻ്റെ ജീവിതത്തിൽ ഇത് വരില്ല. ഞാനാ പറഞ്ഞത് നിൻ്റെ ധൈര്യമായിട്ടിരുന്നു. ആ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ആ സ്ത്രീക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ലാന്ന്. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതെങ്ങനെയാണ് നിന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. അതെങ്ങനെയോ നിന്നേ ഞാൻ പറയൂ. കാരണം എനിക്കറിയില്ല. പക്ഷെ നിന്നിട്ടുണ്ടല്ലോ, അതെനിക്കറിയാം. കാരണം അത് അവർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാവും എപ്പോഴും. അത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ കാല് മുറിക്കാനാകുമ്പോൾ വരുന്ന ഒരു സ്ഥലമാണിത്. എത്രയോ ആളുകൾ തളർന്നു കിടന്നിട്ട് പിന്നീട് എഴുന്നേക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ വരുന്ന സ്ഥലമാണിത്.
എത്രയോ ആളുകൾ മൂക്കിനകത്തും വായിനകത്തൊക്കെ മുഴകളൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണിത്. ഇതൊക്കെ മാറിപ്പോകുന്നത് ഞാൻ കരുതുന്നില്ല എൻ്റെ എന്തെങ്കിലും പ്രത്യേകതയാണെന്നോ എൻ്റെ എന്തെങ്കിലും കഴിവാണെന്നോ എൻ്റെ മരുന്നിൻ്റെ ഗുണമാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, അവർക്ക് പടച്ചവൻ വെച്ച ഒരു വിധി ഉണ്ടാവുമല്ലോ. അവർക്ക് ദൈവം വെച്ച, അള്ളാഹു വെച്ച, ഈശ്വരൻ വെച്ച, ഭഗവാൻ വെച്ച ഒരു വിധി ഉണ്ടാവും. ആ വിധി അവരിൽ നടപ്പിലായി എന്ന് മാത്രമേ ഞാനൊക്കെ കരുതൂ. അല്ലാണ്ട് എനിക്ക് ഈ പറയുന്ന സംഗതിയിലൊന്നും വലിയൊരു ഉറപ്പൊന്നും എനിക്കില്ല. എനിക്കറിയില്ല അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം അറിയാം, ഇത് മാറുന്നുണ്ടെന്ന്. പക്ഷേ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് മാറുന്നത് എന്ന് എനിക്ക് ഉത്തരമുണ്ട്. എന്താണെന്നറിയാം ഉത്തരം? നിങ്ങൾ കൃത്യമായിട്ട് പഥ്യങ്ങളൊക്കെ പാലിച്ച് ചികിത്സ ചെയ്യുന്നതുകൊണ്ട് മാറി എന്നേ ഞാൻ പറയൂ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ചികിത്സ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം ഇവിടെ നിന്നാൽ മതി, എന്നെ കാണിച്ചാൽ മതി. അത് ചിലപ്പം ചില രോഗികൾക്ക് വർഷങ്ങളോളം പഥ്യമുണ്ടാവും. അത് ആ രോഗി മാത്രമല്ല, ആ രോഗിയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പച്ചക്കറി ആവേണ്ടി വരും. അങ്ങനെ കഴിയെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്യുന്ന ചികിത്സ കൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടാവും. അതെല്ലാം ഉണ്ടാവും. നിങ്ങൾ വെറുതെ എന്നെ ചീത്ത വിളിക്കും, എന്നെ തെറി വിളിക്കും, നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ എന്നെ വഷളാക്കും. എന്തിനാ നിങ്ങൾ ആ വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കുന്നുണ്ട്? ഞാനും നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോപ്പിച്ചോ? നിങ്ങളുടെ അടുത്ത് പറ്റിച്ചിട്ട് പൈസ വാങ്ങിയോ? ഇല്ലല്ലോ. സാധാരണഗതിയിൽ എന്താ ഞാനിപ്പോൾ നിങ്ങളുടെ ചെയ്യേണ്ടതെന്നറിയോ? ഏതായാലും നിങ്ങൾ വന്നാലേ വേഗം ആൾക്കാരൊക്കെ നോക്കിയിട്ട് വിടാം. ഇവിടെ പൈസ കിട്ടും, മരുന്നിന് പൈസ കിട്ടും. ഇതൊക്കെയല്ലേ ഞാൻ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്തോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യുകയും ചെയ്യില്ല. ഞാനെന്താ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുക മാത്രം നിങ്ങൾ ചികിത്സിച്ചാൽ മതി. ഇല്ല പോയിക്കോളൂ, തീർന്നില്ല പ്രശ്നം. ഇനി പോകണമെന്നില്ല. ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ഇവിടെ കുറേ കാഴ്ചകളുണ്ടാവും കാണാൻ, അതൊക്കെ കാണാം.